ഇന്നലെ നടന്ന SSLC ഇംഗ്ലീഷ് എക്സാമിന് സാധാരണ ചോദിക്കാത്ത 2 ഫ്രേസൽ വെർബുകൾ ചോദിച്ചു. ഒന്ന് ഫയർ എവേ എന്നതായിരുന്നു. 2 ബേസ്റ്റ് ഔട്ട് എന്ന ഫ്രേസൽ വെർബായിരുന്നു. ഇത് എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ 154-ാമത്തെ പേജാണ്. ബിലവുഡ് ബോലെസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ഭാഗമാണിത്. ഇതിൽ തെരേസ എന്ന കഥാപാത്രം സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് വന്ന് കത്തെഴുതാൻ ആവശ്യപ്പെടുമ്പോൾ സ്റ്റുഡൻറ്റ് പറയുന്ന കാര്യമാണ് ഫയർ അവേ. ഫയർ അവേ, പറഞ്ഞു തുടങ്ങൂ എന്നാണ് അതിൻ്റെ അർത്ഥം. കത്തെഴുതാനായിട്ട് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫയർ അവേ ആണ് നമുക്ക് ഫ്രേസൽ വെർബായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫ്രേസൽ വെർബ് ദേ തൊട്ടടുത്ത് തന്നെയുണ്ട്, ബേസ്റ്റ് ഔട്ട് ലാഫിങ്. കണ്ടോ, അതിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട് ബേസ്റ്റ് ഔട്ട് ലാഫിങ്. എപ്പോഴാണത് പറയുന്നത്? തെരേസ കത്തെഴുതാനായിട്ട് തന്നെപ്പറ്റി തന്നെ പറയുമ്പോൾ സോറോവിങ് ലിറ്റിൽ ഡവ് എന്ന് പറയുന്നുണ്ട്. ദുഃഖിതയായിരിക്കുന്ന കുഞ്ഞു പ്രാവ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ സ്റ്റുഡൻറ്റ് ഏതാണ്ട് പൊട്ടിച്ചിരിച്ചു പോകുന്നു, ഓൾമോസ്റ്റ് പൊട്ടിച്ചിരിക്കുന്നു. ആ ഒരു കാര്യം പൊട്ടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ബേസ്റ്റ് ഔട്ട് ലാഫിങ് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഫ്രേസൽ വെർബുകളും എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.